കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട മലയാളി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതം. തെരച്ചിലിനായി 8-അംഗ നാവികസേനയും അങ്കോളയിൽ എത്തിയിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറിക്കാണ് മുഖ്യമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയത്. 4 പാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് അങ്കോളയിൽ പുരോഗമിക്കുന്നത്. പുഴയിലേക്ക് ലോറി വീഴാൻ സാധ്യത കുറവാണ് എന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ പറയുകയും ചെയ്തിരുന്നു. PV ജോഷില കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകുകയാണ്. ജോഷില, നേരത്തെ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്താണ് കളക്ടർ പറഞ്ഞത്? അദ്ദേഹത്തിനാണല്ലോ ഇതിന്റെ ഒരു ഏകോപന ചുമതലയുള്ളത്. എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും അഞ്ജന, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനാണ് കോഴിക്കോട് ഇതിന്റെ ഏകോപന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഏകോപന ചുമതല ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കുക എന്നുള്ള ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അർജുൻ്റെ വീട്ടിൽ അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യം ഇവയാണ്. നേവിയും NDRFും സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. പുതിയ സ്കാനറുകൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഴയിലേക്ക് ലോറി വീഴാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമാണെന്നും ജില്ലാ കളക്ടർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രവർത്തനം ഇന്ന് കൊണ്ട് തന്നെ മണ്ണ് നീക്കാൻ കഴിയുമെന്നാണ്. അത്തരത്തിൽ ഒരു പോസിറ്റീവായ റിസൾട്ടാണ് കർണാടകയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച്, അതായത് ഈ ഒരു GPS സംവിധാനം അടക്കം ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കളക്ടർ ആ കാര്യത്തിൽ വല്ല സ്ഥിരീകരണം മറ്റും നൽകിയിട്ടുണ്ടോ? എന്താണ് കളക്ടർക്ക് അവിടെയുള്ള അധികാരികളുമായി അവിടെ സംഭവ സ്ഥലത്ത് ഈ ഒരു പ്രവർത്തനത്തിന് കോർഡിനേഷൻ ചെയ്യുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ എന്ത് വിവരങ്ങളാണ് കളക്ടർക്ക് ലഭിച്ചിട്ടുള്ളത്? എന്താണ് അദ്ദേഹം പറയുന്നത്? GPS സംവിധാനത്തിൻ്റെ സ്പോട്ടിനെ കുറിച്ച് കളക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഒരുപാട് വാഹനങ്ങൾ ഈ മണ്ണൊലിപ്പിൽ താഴെ പുഴയാണ്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്, ഇതിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ടെന്നും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അർജുൻ്റെ കാര്യത്തിൽ അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം ഈ ഒരു വാഹനം ഇവിടെയാണ്, അതായത് കരയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് GPS നേരത്തെ വ്യക്തമാക്കിയതാണ്. GPS ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യാനാകുമെന്നുള്ള പ്രതീക്ഷ കർണാടക സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഥവാ ഇനി അതല്ല മറ്റൊരു തരത്തിൽ ദുരന്തത്തിലേക്ക് പോവുകയാണെങ്കിൽ DNA ടെസ്റ്റ് അടക്കം നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കത് വിടാം. അതല്ല, പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. അർജുൻ ഒരുപക്ഷെ ഈ വാഹനത്തിനുള്ളിലുണ്ടായാൽ ഇന്ന് ഇതൊക്കെ തന്നെ മണ്ണ് മാറ്റാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതല്ല, അദ്ദേഹം അതിനുള്ളിൽ ഇല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. എന്തായാലും ഒരു റിമോട്ട് ഏരിയ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം അത്ര വേഗത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇപ്പോഴാണ് ഇതേക്കുറിച്ചൊക്കെ അർജുൻ എന്നുള്ള മലയാളി ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇന്നാണ് സംസ്ഥാന സർക്കാർ അറിയുന്നത് എന്നുള്ളതാണ്. അതോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി ഇതൊക്കെ തന്നെ നീക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കർണാടക സർക്കാരിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ നൽകുന്ന വിവരം. എന്തായാലും പ്രതീക്ഷ വച്ചു പുലർത്താം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഞ്ജന.